ഹലോ, നമുക്കൊരു ഈസി ടുലിപ്പ് ഫ്രെയിം കാണാം. നമ്മൾ പേപ്പർ യൂസ് ചെയ്തുണ്ടാക്കുന്ന ഒരു ടുലിപ്പ് ഫ്രെയിം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ഒരു കാർഡ്ബോർഡ് എടുക്കുക. ഇങ്ങനെ ഒരു വൈറ്റ് A4 ഷീറ്റോ എന്തെങ്കിലും വെച്ചൊന്ന് കവർ ചെയ്തെടുക്കുക. ഇനിയാണ് നമ്മൾ ഫ്ലവർ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ചെറിയ സ്ട്രിപ്പ് ഓഫ് പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ ഇതിൽ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഏറ്റവും സൈസ് കുറഞ്ഞ രീതിയിൽ ഫോൾഡ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളൊരു ടുലിപ്പിൻ്റെ ഷേപ്പിൽ ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഒരു ഷേപ്പ് വരച്ചെടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി ഒട്ടിക്കുന്ന സമയത്താണ് നമുക്ക് ഇങ്ങനത്തെ 3 പീസാണ് ഒരു ഫ്ലവറിന് വേണ്ടി വേണ്ടത്. ഇങ്ങനത്തെ 3 എണ്ണമാണ് ഒരു ഫ്ലവറിന്. എന്നിട്ട് അത് നമ്മളൊന്ന് നടുക്കൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഓരോ പെറ്റലും നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ പേസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെ പേസ്റ്റ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ പറയുന്നതിനെക്കാട്ടിലും നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാലോ മനസ്സിലാവുക. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ഇന്നലെയാണ് ഫസ്റ്റായിട്ട് എൻ്റെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തത്. ഇന്നലെ തന്നെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു. കണ്ടവരെല്ലാവരും ഇനിയും കാണുക, സപ്പോർട്ട് ചെയ്യുക. ബട്ട് ലൈക്കും കൂടെ ചെയ്യണം. നിങ്ങൾ വ്യൂസ് നന്നായിട്ടുണ്ടോ എന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. ഇനി ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ 3 പെറ്റലെടുത്തിട്ട് ഫസ്റ്റ് പെറ്റലിൻ്റെ റൈറ്റ് ഭാഗം, അതായത് ഒന്ന് മടക്കിയിട്ട് ആ പെറ്റലിൻ്റെ റൈറ്റ് ഭാഗം നമ്മൾ സെക്കൻഡ് പെറ്റലിൻ്റെ ലെഫ്റ്റ് ആയിട്ടാണ് ഒട്ടിക്കുന്നത്. അതേപോലെ തന്നെ സെക്കൻഡ് പെറ്റലിൻ്റെ റൈറ്റ് ഭാഗം തേർഡ് പെറ്റലിൻ്റെ ലെഫ്റ്റിനായിട്ട്. അങ്ങനെയാണ് നമ്മൾ 3 പെറ്റലൊന്ന് കൂട്ടി ഒട്ടിച്ച് കഴിയുമ്പോൾ ഒരു ടുലിപ്പ് റെഡിയാവും. ഈ വീഡിയോയിൽ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറയുന്നതിനേക്കാളും. അങ്ങനെയാണ് നമ്മൾ ഒരു ടുലിപ്പ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നമുക്ക് ഒരു നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഉണ്ടാക്കാം. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. ഇനി നമ്മൾ ഒട്ടിച്ച് വരുമ്പോഴാണ് ശരിക്കും മനസ്സിലാവുക. ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട എത്രയാണോ അത്ര ഉണ്ടാക്കിയെടുക്കുക. ഇനി ഞാൻ ജസ്റ്റ് നമ്മുടെ ഫ്രെയിമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പേപ്പർ റോൾ ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഞാൻ ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ട്. അത് വെച്ച് ഫ്രെയിമും സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒരു പണിയില്ല, നമ്മളിങ്ങനെ പെറ്റൽസ് നമുക്ക് വേണ്ട രീതിയിലൊന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ ഇതിൻ്റെ ഫൈനൽ. ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് കൊടുത്തതിന് അതിന് കുറച്ച് ഡെക്കറേഷനായിട്ട് ഒരു ബോവും കുറച്ച് സ്റ്റെമ്മൊക്കെ വരച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ക്യൂട്ട് ആൻഡ് ഈസി വാൾ ഡെക്കോർ ഇവിടെ റെഡി ആവും.